തിരക്കേറിയ ജീവിതവീഥികളിൽ പലവിധ ലക്ഷ്യങ്ങൾക്കായി പരക്കം പായുന്ന സമൂഹങ്ങൾക്കിടയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ചില ആത്മാക്കൾ എന്നുമുണ്ട്. ഈ ആധുനിക യുഗത്തിൽ നാം ഇത്തരത്തിൽ കണ്ടെത്തുന്ന ആത്മീയവും ഭൗതികവുമായ സങ്കീർണതകൾ ഏറെയാണ്. പലപ്പോഴും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി മാത്രം അധ്വാനിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ബാക്കി പത്രങ്ങളാണ് അവ. ഇത്തരത്തിൽ ഇരുളിലേക്ക് തള്ളപ്പെടുന്ന അനേകർക്ക് കരുണയുടെ സ്പർശമാകുവാൻ എല്ലാം ഉപേക്ഷിക്കുന്ന ചിലർ. അവരുടെ കരങ്ങളിലൂടെ ദൈവിക കരുണ സൗഖ്യമായി ഈ ലോകത്തിൽ നിറയുന്നു. തലയോലപ്പറമ്പിനടുത്ത് പൊതിയിലെ ആര്യശ്ശേരി ജോസഫ് ചിന്നമ്മ ദമ്പതികളുടെ 2 പെൺമക്കളിൽ ഇളയവളായ സിസ്റ്റർ മേരി ലൂസി മിണ്ടാമഠത്തിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ ഏറെ തീവ്രമായ ജീവിതാനുഭവങ്ങളുടെ പിൻബലമുണ്ട്. 10 വർഷങ്ങളോളം മിണ്ടാമഠത്തിൽ പ്രാർത്ഥനകളും ധ്യാനവുമായി ചെലവഴിച്ച സിസ്റ്റർ മേരി ലൂസിയുടെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ അവസാനിച്ചിരുന്നില്ല. തുടർന്ന് ആ നാളുകളിൽ തന്നെ കുറച്ചു കാലത്തേക്കെങ്കിലും മാതാപിതാക്കൾക്ക് തുണയായി ഭവനത്തിലെത്തിച്ചേരുവാൻ സിസ്റ്റർ നിർബന്ധിതയായി. അത് മറ്റൊരു വഴിത്തിരിവിലേക്കുള്ള യാത്രയായിരുന്നു. ഈ സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞാൽ അവർ ആദ്യം ഒരു മിണ്ടാമഠത്തിൽ സിസ്റ്ററായിട്ട് ചേർന്നതാണ്. അവിടെ സേവനം ചെയ്തു വരുമ്പോൾ സ്വന്തം പിതാവിനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും കുറച്ച് നാളത്തേക്ക് ലീവെടുത്ത് വീട്ടിൽ വന്ന് ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഇടയിൽ അവർക്ക് മറ്റൊരു വിളിയെക്കുറിച്ച് ബോധ്യം വന്നു. ഈ വിളിയുടെ ഇടയിൽ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് പോവുകയല്ല, അതിൽ തന്നെ മറ്റൊരു വിളി അവർക്ക് ബോധ്യപ്പെട്ടു. അത് ഈ അനാഥരായിട്ട് ഈ റോഡുകളിലൊക്കെ അലഞ്ഞു തിരിയുന്നതായ മാനസിക രോഗികളെ ശുശ്രൂഷിക്കണം എന്നുള്ളതായ ഒരു പ്രചോദനം അവർക്ക് ലഭിച്ചു. അപ്പോൾ ആ പ്രചോദനമനുസരിച്ച് അവരുടെ സ്വന്തം വീട്, അവർക്ക് അവകാശമായി കിട്ടിയതായ വീട് ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ആ സിസ്റ്റർ വരുന്നത് നല്ല ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ്. ഈ സിസ്റ്ററിൻ്റെ ഒരു ചേച്ചി ഡോക്ടറെ ഞാൻ അറിയും, അമ്മിണി എന്ന പേര്, അവർ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അവർ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എൻഡോക്രിനോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിയേത്ത ഭവൻ ആരംഭിച്ചതു മുതൽ പിന്നീടുള്ള ഒരു പതിറ്റാണ്ടിലേറെ കാലം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയും ആത്മീയവും മാനസികവുമായ വെല്ലുവിളികളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയുമാണ് സിസ്റ്റർ മേരി ലൂസി സഞ്ചരിച്ചിരുന്നത്. പലപ്പോഴും അസഹനീയമായ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. എങ്കിലും അന്നു മുതൽ ഇന്നോളവും കൂടുതലും അന്യദേശക്കാരായ 3 ഡസനിലേറെ വരുന്ന വിവിധ മാനസിക പ്രശ്നങ്ങൾക്കടിപ്പെട്ട സ്ത്രീകളെ പരിപാലിക്കുവാൻ ഒരു സഹായിയെപ്പോലും സിസ്റ്റർ ആശ്രയിച്ചിരുന്നില്ല എന്നത് വിസ്മയനീയമാണ്. ഈശോ 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തി അവരിൽ ഒരാൾ മാത്രമാണ് തിരികെ വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞത്. ഇതുപോലെ നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും നന്ദി പറയാതെ കടന്നുപോയിട്ടുള്ളവർക്ക് വേണ്ടി നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നന്ദി പറയുക എന്നതാണ് എൻ്റെ സഭയുടെ ലക്ഷ്യം. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വേർപെട്ടു നിന്നുകൊണ്ട് തങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന, മനോദൗർബല്യമുള്ള, സുബോധം തന്നെ നഷ്ടപ്പെട്ട അബോധാവസ്ഥയിലുള്ള ഏതാനും സ്ത്രീകളെ ഒരുമിച്ച് ചേർത്ത് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന നന്മ എന്താണെന്ന് മനസ്സിലാക്കി ഈശോയ്ക്ക് നന്ദി പറയുവാൻ പ്രാപ്തരാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇന്ന് എനിക്കുള്ളത്. കത്തോലിക്ക സഭ നടത്തുന്ന ഏത് പരിപാടികളുടെയും
പുറകിലുള്ളതായ ഒരു ആദർശം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞൊരു വാചകമാണ്. നിങ്ങൾ എൻ്റെ ഈ എളിയ സഹോദരിൽ ആർക്കെങ്കിലും ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞതായ ഒരു വാചകമുണ്ട്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ട് സഭ ഒത്തിരിയേറെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സാമൂഹിക സേവനം ചെയ്യുന്നവർ, ദരിദ്രരെ സംരക്ഷിക്കുന്നവർ, ആതുര സേവനം ചെയ്യുന്നവരെല്ലാം ഇതിൽ നിന്നാണ് സാധാരണഗതിയിൽ പ്രചോദനം ഉൾക്കൊള്ളുക. ഈ 10-30 ആളുകളെ പ്രധാനമായിട്ട് ആ സിസ്റ്റർ തന്നെ നോക്കുന്നത്. സിസ്റ്ററിനെ സഹായിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ചെല്ലും, അങ്ങനെ പലരുടെയും സഹായം കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടു കാണും എത്ര വൃത്തിയായിട്ടാണ് ആ പരിസരങ്ങൾ സിസ്റ്റർ സൂക്ഷിക്കുന്നതെന്ന്. ഈ മാനസിക രോഗികൾ അവർ സുബോധമില്ലാതെ ചെയ്യുന്ന എന്തെല്ലാം ചെയ്താലും ആര് അവിടെ ചെന്നാലും എല്ലാവർക്കും വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ളതായൊരു ഭവനം കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഏറ്റവും മനോഹരമായി ഒരു വലിയ സമൂഹം മാനസിക രോഗികളെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒട്ടേറെ പേരെ രോഗസൗഖ്യത്തോളം എത്തിച്ച് തിരികെ അയക്കുവാനും അവർക്ക് കഴിഞ്ഞത് തികഞ്ഞ ദൈവാശ്രയ ബോധത്തിലും ഉറച്ച വിശ്വാസത്തിലും അധിഷ്ഠിതമായ ജീവിതശൈലിയും മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ്. ഒപ്പം ചിട്ടയുള്ള ഒരു ജീവിതം നയിക്കുവാനും സിസ്റ്റർ അന്തേവാസികളെ പ്രാപ്തരാക്കുന്നു. സ്ഥാപനത്തിൻ്റെ ആരംഭം മുതൽ ഇവർക്ക് ഒരു ടൈം ടേബിൾ ക്രമീകരിച്ചിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കുമ്പോൾ ഒരു 4-5 ബക്കറ്റ് വെള്ളമെങ്കിലും ഉപയോഗിച്ച് തലയിൽ നല്ലവണ്ണം തണുപ്പ് ലഭിക്കത്തക്ക രീതിയിൽ കുളിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വന്ന പ്രാർത്ഥന കഴിഞ്ഞ് അടിച്ച് വൃത്തിയാക്കുക എല്ലാ സ്ഥലങ്ങളും. ഇങ്ങനെ ഓരോ ടൈം ടേബിൾ അവർക്ക് എല്ലാ ദിവസവും കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുക, ആ ടൈം ടേബിളിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ രോഗി സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവർ തയ്യാറാകാറില്ല. കാരണം എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊള്ളുമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും എന്നെ ഇറക്കി വിടുമോ, എൻ്റെ നാട്ടിൽ നിന്ന് ഇറക്കി വിടുമോ, ഇതായിരുന്നു അവരുടെ ചോദ്യം. പക്ഷേ പോയി മിറ്റാടിക്ക് അല്ലെങ്കിൽ പുല്ല് പറിക്കുക എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ പറിച്ച ഒരു പുല്ല് പോലും പറിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എല്ലാവരെയും കൂടെ നിർത്തി എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കും. ഒന്നുകിൽ ഒരു പാവാട, അതല്ലെങ്കിൽ ഒരു ബ്ലൗസ്, അല്ലെങ്കിൽ ഒരു നൈറ്റി, ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അതിനുശേഷം പിറ്റേ ദിവസം അത് തന്നെ ചെയ്യാൻ പറയും. അത് ചെയ്ത് തിരിച്ചു വരുമ്പോൾ തലേ ദിവസം കിട്ടിയ സമ്മാനത്തിൻ്റെ വെളിച്ചത്തിൽ കുറച്ചും കൂടി നന്നായി ചെയ്യും. അങ്ങനെ ഓരോരോ സമ്മാനങ്ങൾ കൊടുത്താണ് ഇവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഇന്ന് കമ്മൽ, മാല, വള എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പണികളിലൂടെയാണ് ഇവരെ കൂടുതലായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട്, പലപ്പോഴും സന്തോഷത്തോടെ നയിക്കാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസവും പ്രാർത്ഥനാ മനോഭാവവും വളർത്തുകയാണ് സിസ്റ്റർ മേരി ലൂസി തൻ്റെ സ്നേഹഭവനത്തിലെ അംഗങ്ങളുടെ രോഗസൗഖ്യത്തിനായും അവരുടെ അതിജീവനത്തിനായും അവർക്ക് നൽകുന്ന പ്രധാന വ്യായാമം. അതിനായി സിസ്റ്റർ തന്നെ കണ്ടെത്തിയ ചില വഴികളുണ്ട്. അതവരിൽ പ്രാർത്ഥനയിലുള്ള തീഷ്ണത വർദ്ധിക്കുവാനും പ്രാർത്ഥന ശീലമായി മാറുവാനും ഇടയാക്കിയ ഒരു വ്യായാമ മുറ തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പല പരിശീലന പരിപാടികളിലൂടെയാണ് ആരും അടുക്കാനും പരിചരിക്കാനും മടിക്കുന്ന അനേകരെ സിസ്റ്റർ സ്വാഭാവിക ജീവിതത്തോട് അടുപ്പിച്ചു നിർത്തുന്നത്. ഇവിടെ മരുന്നുകൾ ഉപയോഗിക്കാറില്ല. പച്ചക്കറി നട്ടാലും ഏത് കൃഷി ചെയ്താലും മരുന്ന് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ചുവട്ടിൽ പോയെന്ന് വചനം പറയുക, വചനം പറഞ്ഞ് കാലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വചനം പറയുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വചനം പറയുക. ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് വചനങ്ങൾ. അതോടൊപ്പം തന്നെ ധാരാളം ഫലങ്ങൾ ലഭിക്കട്ടെ, പുഴുവൊക്കെ പുറത്തു പോകട്ടെ, ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലയാളം അറിയാത്തില്ലാത്തത് കൊണ്ട് ഇവർക്ക് ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ധാരാളം ഫലങ്ങളുണ്ടാകാൻ തുടങ്ങി, ഫലങ്ങൾ വലുതാകാൻ തുടങ്ങി. ഇപ്പോൾ വെണ്ടയ്ക്കായൊക്കെയാണ് നല്ല നീളത്തിൽ ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭാഷ അറിയില്ലാത്തതുകൊണ്ട് ഈ ധാരാളം എന്താണെന്ന് ചോദിച്ചു വരും. ധാരാളം എന്ന് പറഞ്ഞാൽ കൂടുതലാകുകയാണ്, വലുതാകുകയാണ്. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് കൂടുതൽ വളർന്നു വരാനായിട്ട് ഈ വചനം കൊണ്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് ഈ മരുന്നിനേക്കാളും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നവർ വചനത്തിലും പ്രാർത്ഥനയിലുമാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ കൂടുതൽ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നതനുസരിച്ച് രോഗങ്ങളും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ രോഗം മാറുന്നതനുസരിച്ച് കൂടുതൽ സന്തോഷത്തിലേക്ക് അവർ കടന്നു വരികയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാകുകയും ചെയ്യും. പിയേത്ത ഭവന്റെ 12 വർഷം നീണ്ട പ്രവർത്തന വീഥികളിൽ
ദൈവം ആ ഭവനത്തിലെ അംഗങ്ങളെ ഏവരെയും വഴി നടത്തിയിട്ടുള്ളത് അനുദിനമെന്നോണമുള്ള അത്ഭുതകരമായ ഇടപെടലുകളിലൂടെയാണ്. പറഞ്ഞവസാനിപ്പിക്കുവാൻ കഴിയാത്ത വിസ്മയനീയമായ അനുഭവങ്ങൾ സിസ്റ്റർ മേരി ലൂസിക്കും സിസ്റ്ററിനെ അടുത്തറിയുന്നവർക്കും പങ്കുവയ്ക്കുവാനുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട്, അതോടൊപ്പം തന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നും തലയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഉപേക്ഷിക്കപ്പെട്ട ഏതാനും ദിവസങ്ങൾ മാത്രം ഇനി ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇന്നും 6 വർഷമായിട്ട് ഇവരുടെ കൂട്ടത്തിൽ സുഖമായി ജീവിക്കുന്നുണ്ട്. ആ രോഗിയുടെ ലങ്സ്, ലിവർ ഇവതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി സൗഖ്യം ലഭിച്ച് ഇന്ന് 6 വർഷമായിട്ട് എല്ലാ ജോലികളും ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ ക്യാൻസർ ബാധിച്ച ഒരു രോഗി കൂടിയുണ്ട്. ആ കുട്ടി 10 റേഡിയേഷൻ കഴിഞ്ഞു, 1 ഹീമോയും കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് നടക്കുവാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഭവനത്തിലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരെക്കാളും മിടുക്കിയായി നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ സജീവമായി പങ്കുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവർക്ക് പ്രാർത്ഥനയിലുള്ള വിശ്വാസം വളരെ ശക്തമാണ്. ഞാൻ എലിസബത്ത് ആണ്. 2010 ഞാൻ ഇവിടെ വന്നത്. ഞാൻ വന്ന ശേഷം രോഗിയായിട്ട് വന്നത്. ദൈവ എനിക്ക് രക്ഷയാക്കി. ഈ കുറേ മരണം എടുത്തു, ഒരു രക്ഷയായിട്ടില്ല. ಮಾತ್ರ 2010 2 ಕೊಲ್ಲಂ ನಾನು ಸಫರ್ ಆಗಿ, ഈ 4 കൊല്ലത്തിൽ നമ്മളെ ഇവിടുത്തെ അമ്മ എനിക്ക് കരേജ് കൊടുത്തു. പ്രാർത്ഥിക്കണം മോളെ, പ്രാർത്ഥിക്കണതിന് മാത്രം നീನು രക്ഷാവും. നമ്മൾ പ്രാർത്ഥിച്ചു. ನಾನು ಮಲಯಾಳಿಯಲ್ಲ, ಮಲಯಾಳಂತಲ್ಲಿ ನಾನು എൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്തಲ್ಲಿ അമ്മ എനിക്ക് കരേജ് ആക്കി, ഭാഷൻ്റെ ട്രാൻസ്ലേഷൻ ആക്കി പ്രാർത്ഥന പഠിപ്പിച്ചു. പ്രാർത്ഥനയുടെ ശക്തിಯಲ್ಲಿ അമ്മ മരണം കുറഞ്ഞു. ആവശ്യമുണ്ട സമയത്തിൽ മാത്രം അമ്മ മറന്നു കൊടുക്കൂ, ഇല്ലെങ്കിൽ ഒരിക്കലില്ല. ആ സമയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, വചനം പഠിക്കണം, നിയോഗത്തെ പിടിപ്പിച്ചു നമ്മൾ രക്ഷാക്കണം. വചനത്തിൽ നമ്മൾ ശക്തി പഠിക്കണം, പ്രാർത്ഥിക്കണമെങ്കിൽ മാത്രം നമ്മൾ രക്ഷാവും പറഞ്ഞിട്ട് എൻ്റെ മനസ്സിನಲ್ಲಿ ഈ അമ്മ എൻ്റെ ഐ റിയലി ഫീൽ ഇറ്റ് ഈസ് ട്രൂ. പ്രാർത്ഥനയുടെ ശക്തിಯಲ್ಲಿ നമ്മൾ ഇത്ര ഭാഗ്യവളാണ്. ഇവിടെ വന്നിട്ട് ഞാൻ അറിഞ്ഞു, എവിടെ ഞാൻ പോയെങ്കിൽ ഒരു ശക്തിയില്ലാതെ, ഒരു വിധിയില്ലാതെ, ഒരു ജീവിക്കാനും വിശ്വാസമില്ലാതെ പോയി. മാത്രം ഇവിടെ ഇപ്പം ജീവിക്കാനും ഒരു താല്പര്യം മനസ്സുണ്ട്. നമ്മൾ ജീവിക്കണം, ജീവിച്ചു നമുക്ക് ಬೇರೆಯವರಿಗೆ സഹായിക്കണം. എത്ര നന്ദി പറഞ്ഞെങ്കിൽ മതിയാവുന്നില്ല ദൈവക്ക്. അമ്മ അപ്പ ഇല്ലാದವರು, ನಮ್ಮ കുടുംബം ഇല്ലാದವರು നമ്മളായിപ്പോയല്ലോ. ഇവിടെ ഒരിക്കലും എനിക്കിപ്പോൾ തോന്നുന്നില്ല. ಬೇರೆಯವರು നമ്മൾ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെ കടമ. ഈ ഭാഗ്യ ദൈവം നമുക്ക് തന്നതൊക്കെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. സിസ്റ്റർ മേരി ലൂസിയുടെ വ്യക്തിജീവിതത്തിലും ഈ കൂട്ടായ്മ മുഴുവനിലും നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളുടെ ഫലം അറിഞ്ഞിട്ടുള്ളവർ അനവധിയാണ്. അതിനാൽ തന്നെ അനേകർ ഇവിടെ പ്രാർത്ഥനാ സഹായത്തിനായും എത്തുന്നു. തൻ്റെ പക്കൽ സഹായത്തിനായി അണയുന്ന സകലരെയും, തികഞ്ഞ കരുണയോടെ സമീപിക്കുന്ന സിസ്റ്ററിനെയും പ്രവർത്തനങ്ങളെയും അടുത്തറിഞ്ഞ അനേകരിലൂടെ ദൈവം മഹത്തായ ഈ ശുശ്രൂഷയെ കുറവുകളില്ലാതെ പരിപാലിക്കുന്നു. ഓരോ സമയത്തും ദൈവം വേണ്ട ആൾക്കാരെ ഭവനത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. അങ്ങനെയാണ് കെട്ടിടത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും തീർന്ന്. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് മേശ, കസേര, ബെഞ്ചിൻ്റെയൊക്കെ ആവശ്യം വന്ന പള്ളിയിലേക്ക്, അതുപോലെ തന്നെ ഇവർക്ക് കിടക്കാൻ കട്ടിലിൻ്റെയൊക്കെ ആവശ്യം വന്നപ്പോൾ
ഇപ്പോൾ ഒരാൾ കടന്നു വന്ന് ഒരു 1,00,000 രൂപ ഇവിടെ സാധനങ്ങൾ ഈ ദിവസങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ ഭവനത്തിലെ കാര്യങ്ങൾ നടന്നു പോകും ദൈവത്തിൻ്റെ ഓരോ പ്രത്യേക കരുണ കൊണ്ട് മാത്രമാണ്. അങ്ങനെ നിരവധി ആളുകൾ കടന്നു വരുന്നുണ്ട്. പിന്നെ ആഴ്ചയിലിപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരാൾ ഭക്ഷണം തരുന്നുണ്ട് വർഷങ്ങളായിട്ട്. ശനിയാഴ്ച 7-8 വർഷമായിട്ട് ശനിയാഴ്ച ഉച്ചക്കത്തെ ഭക്ഷണം സംഭാവന ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച 2 നേരത്തെ ഭക്ഷണം ഒരാൾ സംഭാവന, എല്ലാ ആഴ്ചയിലും ഉള്ളതാണ്. അതുകൂടാണ്ട് 15-ാം തീയതി 20-ാം തീയതി പൊതിച്ചോറ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. വളരെ ചുരുക്കമായിട്ട് ഭക്ഷണം വെക്കേണ്ടതായിട്ട് തന്നെ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒത്തിരി പരിപാലനം നമുക്ക് ഭവനത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ദൈവം എത്രമാത്രം നയിച്ചുകൊണ്ട് പോകുന്നു എന്ന് മാത്രമേ ചിന്തിക്കാനുള്ളൂ. നമുക്കില്ല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് കടക്കുന്നില്ല. എല്ലാ തിങ്കളാഴ്ചകളിലും പിയേത്ത ഭവനിൽ വെച്ച് പുറത്തുള്ളവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ ഏകദിന വചന ശുശ്രൂഷയും കുറെ കാലമായി നടത്തപ്പെടുന്നുണ്ട്. ആരംഭത്തിൽ ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും കാലക്രമേണ ഒരു നാടിന് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവനും വലിയ അനുഗ്രഹവും സമാനതകളില്ലാത്ത മാതൃകയുമായി പിയേത്ത ഭവനും ആ ഭവനത്തിൻ്റെ എല്ലാമായ സിസ്റ്റർ മേരി ലൂസിയും ഇവിടെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്ഥാപനം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ആളാണ് ഞാൻ. ഇവിടെ ആദ്യമൊക്കെ വരുമ്പോൾ സിസ്റ്റർ എപ്പോഴും പറയും ദൈവം നടത്തിക്കൊണ്ടു പോകുന്നൊരു സ്ഥാപനമാണെന്നുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദൈവം നടത്തിക്കൊണ്ടു പോകുന്നൊരു സ്ഥാപനമാണ്. എല്ലാ രീതിയിലും സാമ്പത്തികമായി മറ്റുള്ള രീതിയിലും രോഗികളെ സിസ്റ്റർ ഒറ്റയ്ക്ക് നോക്കുന്ന കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം എപ്പോഴും ഈ സ്ഥാപനത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു 4 വർഷം മുമ്പ് ഇവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ളൊരു അവസരം ദൈവം തന്നു. 1 വർഷമായിട്ട് ഇവിടെ എല്ലാ ദിവസവും തന്നെ ഇവിടുത്തെ ശുശ്രൂഷകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ രൂപത ഏറ്റെടുത്തപ്പോൾ രൂപതയുടെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ദൈവം അവസരം തന്നത് ഈ സ്ഥാപനത്തിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ രോഗികളുടെ ഇടയിലും അതുപോലെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ സിസ്റ്ററുമായിട്ടും രോഗികളുമായിട്ടും ഇടപെട്ട് പ്രവർത്തിക്കാനും എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കുന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പുറമേ നിന്ന് ഒട്ടേറെ ആൾക്കാർ സഹായിക്കാൻ വരുന്നു, ഭക്ഷണം കൊണ്ടുവന്ന് വരുന്നു, സാമ്പത്തികമായി സഹായിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റുള്ള പല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനും ഒട്ടേറെ വ്യക്തികൾ ഇവിടെ കടന്നു വരുന്നത് നിത്യമായ കാഴ്ചയാണ്, എല്ലാ ദിവസവും തന്നെ കാണുന്നൊരു കാഴ്ചയാണ്. അതൊക്കെ ദൈവപരിപാലനയുടെ വലിയൊരു അനുഭവം കാണുന്നതിലെ അടുത്തുള്ള വ്യക്തികൾ, സ്ഥാപനക്കാർ, കച്ചവടക്കാർ, അതുപോലെ തന്നെ ഇവിടെയുള്ള കുടുംബങ്ങൾ എല്ലാം തന്നെ ഓരോ കാര്യങ്ങൾക്കും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സ്ഥാപനമായിട്ട് സഹകരിക്കുന്നു. പ്രവർത്തിക്കുന്ന അതിൽ വൈദികർ എല്ലാവരും തന്നെ ഈ സ്ഥാപനമായിട്ട് സഹകരിച്ച് ഒട്ടേറെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒരു ദൈവാനുഭവത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ തക്ക രീതിയിൽ ഇതിനെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കപ്പൂച്ചിനച്ഛന്മാരും ഇവിടുത്തെ CMI അച്ഛന്മാരും അതുപോലെ തന്നെ മറ്റുള്ള വൈദികർ, പ്രായമായൊരു പൂച്ചക്കാട്ടച്ഛനും വളരെ ഉത്സാഹത്തോടു കൂടെ ഇവിടുത്തെ കുർബാനയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കടന്നു വരുന്നു. അതുപോലെ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ അനേകം പേര് ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നു. തിങ്കളാഴ്ചകളിലെ പ്രാർത്ഥനകൾക്കും ജാഗരണ പ്രാർത്ഥനയിലൊക്കെ ഒട്ടേറെ വ്യക്തികൾ കടന്നു വരുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം ഇവരോട് ചേർന്നുള്ള പ്രാർത്ഥനകളെല്ലാം ഈ പ്രസ്ഥാനത്തിനും അതുപോലെ ഈ സമൂഹത്തിനും ഈ ഇടവകയ്ക്കും ഈ നാടിനും തന്നെ വളരെയേറെ ഉപകാരമാകുന്നു. 35 രോഗികളുണ്ടെങ്കിലും 35 രോഗികളുടെ ഇടയിൽ ഒരൊറ്റ സ്റ്റാഫ് പോലില്ല. അവർ തന്നെയാണ് പരസ്പരം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം അത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേക കരുണയാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേക കരുണയിൽ ഓരോ നിമിഷവും ആശ്രയിച്ചുകൊണ്ട് സ്ഥാപനത്തിലുള്ളവരും ഞാനും മുന്നോട്ട് പോകുന്നു. പിന്നെ എല്ലാ തിങ്കളാഴ്ച ഇവിടെ ധ്യാനം, പ്രാർത്ഥന, വിശുദ്ധ ബലി രാവിലെ 10 മണി മുതൽ 2:30 വരെയുണ്ട്. അത് മിക്കവാറും പ്രാർത്ഥന നയിക്കുന്നത് ഷൈജു ആണ്. സ്ഥിരമായിട്ട് 3-4 വർഷമായിട്ട് സ്ഥിരം നയിച്ചുകൊണ്ടിരിക്കുന്ന ഷൈജു തന്നെയാണ് പ്രാർത്ഥന. പിന്നെ ഇടയ്ക്ക് വർഷത്തിൽ 2 ധ്യാനം, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ ഇവരെ വിശ്വാസത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ വലിയൊരു പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു പരിപാലനം ഈ ഭവനത്തിൽ എല്ലാ സമയവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിസ്റ്ററിനെയും പിയേത്ത ഭവനത്തെയും വ്യക്തമായി മനസ്സിലാക്കിയ എറണാകുളം അങ്കമാലി അതിരൂപത ഈ ഭവനത്തെ ഏറ്റെടുത്തിരിക്കുന്നു. അഭിവന്യമാർ സെബാസ്റ്റ്യൻ നെടയന്ത്രത്തു പിതാവും മറ്റ് 10ഓളം പേരും ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി പിയേത്ത ഭവന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം സവിശേഷവും അപൂർവവുമായ ഒരു അനുവാദവും
ഈ ഭവനത്തിലെ ചാപ്പലിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും അവിടെ ദിവ്യബലി അർപ്പിക്കുവാനുള്ള അനുവാദമാണ് അത്. ഇന്ന് 10 വർഷത്തിന് ശേഷം ഏതാണ്ട് ഇന്ന് ഈ സ്ഥാപനം രൂപത ഏറ്റെടുത്തിരിക്കുകയാണ്. രൂപതയിൽ നിന്ന് വളരെയധികം സന്തോഷത്തോടുകൂടി കടന്നു വന്ന് വൈദികരും മറ്റ് വ്യക്തികളും വളരെയധികം സഹായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ബലിയാണ് ഏറ്റവും കൂടുതൽ ഈ ഭവനത്തിൽ ആഗ്രഹിച്ചിരുന്നത്. അതിന്ന് സാധിച്ചപ്പോൾ വളരെയധികം സന്തോഷവുമുണ്ട്. രാവിലെ ഒരു വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുവാൻ സാധിച്ചാൽ അതിൻ്റെ ശക്തി എത്രമാത്രമെന്ന് മനസ്സിലാക്കുവാനും ആ ശക്തിയിൽ വൈകുന്നേരം വരെ മുന്നോട്ട് പോകുവാനും ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് രോഗികൾ മുന്നോട്ട് പോകുന്നത്. ആ സിസ്റ്ററിൻ്റെയും ഈ പ്രവർത്തനങ്ങളിലുള്ള ആ ദൈവ നിയോഗം മനസ്സിലാക്കിയിട്ടാണ് ഈ അടുത്ത കാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിതാക്കന്മാർ ഈ സിസ്റ്ററിൻ്റെ സ്ഥാപനത്തെ അംഗീകരിക്കുകയും അത് രൂപതയുടെ ഒരു സ്ഥാപനമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ സിസ്റ്റർ കുറച്ചുകൂടെ ധൈര്യത്തോട് കൂടിയിട്ട് ആ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെ സഭ അംഗീകരിച്ചു. അത് ഒരു ദൈവനിവേശിതമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്ന് സിസ്റ്ററിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ദൈവ പരിപാലനയുടെ ഭാഗമാണ്. ഈ കർത്താവ് പറഞ്ഞില്ലേ, ആകാശത്തിലെ പക്ഷികളെ നോക്കാൻ പറഞ്ഞില്ലേ, അവ എന്ത് നൂൽ നിൽക്കുന്നില്ല, വിതയ്ക്കുന്നില്ല, ഒയ്യുന്നില്ല. ഇതൊക്കെയാണെങ്കിൽ കർത്താവ് അവരെ പരിപാലിക്കുന്നു. ഈ വഴിയിൽ കൂടെ നടക്കുന്ന മനുഷ്യരും ഈ പക്ഷികളെ പോലെയാണ്, ആകാശത്തിലെ പക്ഷികളെ പോലെ. അവർക്കാരുമില്ല, എങ്കിലും കർത്താവ് അവരെ തീറ്റിപ്പോറ്റുന്നു. അത് അതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് സിസ്റ്റർ മേരി ലൂസി. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും. കൂടുതൽ ആളുകൾ ആ സിസ്റ്ററിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരും. ഇനിയും സിസ്റ്ററിന് പക്ഷേ സിസ്റ്ററിനെ പോലെ 1-2 ആളുകളെ കൂടെ ആ സ്ഥാപനത്തിൽ മുഴുവൻ സമയം സേവനം ചെയ്യുന്നതിനായിട്ട് ആവശ്യമുണ്ട് എന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വേറെ വലിയ ഉത്തരവാദിത്വങ്ങൾ ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ സിസ്റ്ററിനെ സഹായിക്കാനായിട്ട് വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് അവിടുത്തെ ഇനിയും പ്രത്യേകമായിട്ടുള്ളൊരു ആവശ്യം. സിസ്റ്ററിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ആ പ്രവർത്തനം ഇനിയും കൂടുതൽ വളർന്നു വരട്ടെ. ഒരുപക്ഷെ അതുപോലുള്ള അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റുള്ളവരും ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുടർന്നുള്ള കാലങ്ങളിൽ സിസ്റ്റർ മേരി ലൂസിക്കും പിയേത്ത ഭവനും തുണയായി സിസ്റ്ററിൻ്റെ സമാനമായ സമർപ്പണ മനോഭാവത്തോടെ ദൈവനിയോഗത്തിൻ്റെ പിൻബലവുമായി ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരും എന്ന പ്രതീക്ഷ സിസ്റ്ററിനെയും പിയേത്ത ഭവനെയും സ്നേഹിക്കുന്ന സകലരിലുമുണ്ട്. ഈ ഭവനത്തിന് മാത്രമല്ല, ഈ ലോകത്തിൽ നിരാശ്രയരായി അന്ധകാരത്തിൽ കഴിയുന്ന ആയിരങ്ങൾക്കാശ്രയമായി ഇനിയുമേറെ ശുശ്രൂഷകർ രംഗപ്രവേശം ചെയ്യുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ദൈവവിളിയുടെ വീഥികളിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന സമർപ്പിതർ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നേറുന്നതിനായി ആവും വിധമുള്ള ആത്മീയ പിന്തുണയും ശക്തിയും പകരുവാൻ നമുക്ക് ശ്രമിക്കാം.